നിറങ്ങളുള്ളൊരു ശലഭം ഭാഗം 6. ഇന്നാണ് ആനിവേഴ്സറി. അല്ലി സ്കൂളിലേക്ക് പോകാൻ റെഡിയായി താഴേക്ക് വന്നതും അച്ഛൻ റെഡിയായി നിന്നിരുന്നു. അച്ഛനാണ് അവളെ സ്കൂളിലാക്കുന്നത്. അല്ലിയെ ഗേറ്റിന് മുന്നിലാക്കിയിട്ട് അച്ഛൻ തിരിച്ചുപോയി. സ്കൂളിലെ അലങ്കാരങ്ങളൊക്കെ നോക്കി നടക്കുമ്പോഴാണ് ഇന്ന് ആദ്യം പിന്നെയും കാണുമല്ലോ എന്നവൾ ഓർത്തത്. അവൾക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. പക്ഷേ ഇന്നത്തോടെ ഒരു തീരുമാനമെടുക്കണമെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. സ്കൂളിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു. ഒരുവിധം എല്ലാം ഒന്ന് ഒതുക്കിയിരുന്നപ്പോഴാണ് ആദിയുടെ ബന്ധുക്കളെ അവൾ കണ്ടത്. അവൾ അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. മാലതിയാണെങ്കിൽ അവളെ കൊണ്ടു നടന്ന് ആദിയുടെ തറവാട്ടിലെ എല്ലാവരെയും പരിചയപ്പെടുത്തി. അവരോടൊക്കെ സംസാരിക്കുമ്പോഴും അവൾ അറിയാതെ തന്നെ കണ്ണുകൾ ആദ്യം തിരയുന്നുണ്ടായിരുന്നു. പക്ഷേ എത്തുമെന്ന് പറഞ്ഞ സമയത്തിൻ്റെ 5 മിനിറ്റ് മുൻപ് മാത്രമാണ് ആദ്യം അവിടെ എത്തിയത്. പ്രോഗ്രാം തുടങ്ങിയതും ചീഫ് ഗസ്റ്റിന് ബൊക്കെ കൊടുക്കാൻ അല്ലിയാണ് ഏൽപ്പിച്ചത്. പുഞ്ചിരിയോടെ തന്നെ അവൾ അവനെ വെൽക്കം ചെയ്തു. അന്ന് കണ്ട ടീച്ചറാണല്ലോ എന്ന് ആദി ശ്രദ്ധിക്കുകയും ചെയ്തു. ആദിയുടെ സ്പീച്ച് തുടങ്ങിയതും സദസ്സൊന്ന് നിശബ്ദമായി. എല്ലാവരും ശ്രദ്ധയോടെ അവനെ കേട്ടിരുന്നു. എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന അവൻ്റെ സ്പീച്ച് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ഈ സ്കൂളിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തൻ്റെ സ്പീച്ച് അവസാനിപ്പിച്ചത്. അത്ര നേരം അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്ന അല്ലി വേഗം തൻ്റെ ശ്രദ്ധ മാറ്റി. പെട്ടെന്നാണ് ലച്ചു അവളുടെ അടുത്തേക്ക് വന്നത്. അല്ലിയുടെ കയ്യിൽ പിടിച്ച് സ്നേഹത്തോടെ ലച്ചു സംസാരിക്കുന്നത് സ്റ്റേജിലിരുന്ന് ആദ്യം കണ്ടു. അവൻ്റെ മിഴികളൊന്ന് ചുരുങ്ങി. വേദിയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും എന്തോ അവന് അവളെ നോക്കാനാണ് തോന്നിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞതും അവൻ്റെ മനസ്സ് അസ്വസ്ഥമാവാൻ തുടങ്ങി. അവൾ സംസാരിക്കുന്നതൊക്കെ അവൻ്റെ വീട്ടുകാരോടാണ്. അച്ഛനോട്, അമ്മയോട്, എല്ലാവരോടും. ആരായിരിക്കും അവൾ? അവൻ ആലോചിച്ചു. അലി ലച്ചുവുമായി സംസാരിക്കുന്നത് കണ്ടതും ഒരു ഫോൺ വന്നെന്ന വ്യാജേന അവൻ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പതുക്കെ അവരുടെ അടുത്തേക്ക് നടന്നു. കാരണം അറിയാതെ അവൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു തുടങ്ങിയിരുന്നു. അവരുടെ അടുത്തേക്ക് എത്താറായതും അവൻ ഉറക്കെ ലച്ചുവിനെ വിളിച്ചു. അവൻ്റെ ശബ്ദം കേട്ട് ലച്ചു സന്തോഷത്തോടെ തിരിഞ്ഞു. ദേ കണ്ണേട്ടൻ, വാ ഇടത്തി. ലച്ചു അല്ലിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. ലച്ചുവിൻ്റെ ഏടത്തി എന്നുള്ള വിളി കേട്ട് ആദ്യ തറഞ്ഞു നിന്ന് പോയി. അവൻ്റെ കണ്ണുകൾ അല്ലിയിൽ തന്നെ ആയിരുന്നു. അല്ലി പക്ഷേ ലച്ചുവിൻ്റെ കൈ പതുക്കെ വിടിയിച്ചു. മോള് ചെല്ല്, ഞാൻ ഡ്യൂട്ടിയിലാണ്, പിന്നെ സംസാരിക്കാം കേട്ടോ, അവൾ ലച്ചുവിനോട് പറഞ്ഞു. ആദ്യയെ ഒരു തവണ പോലും നോക്കാതെ അവൾ വേഗം സ്റ്റാഫ് റൂമിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. ലച്ചു ആദിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഏട്ടാ, ഏട്ടത്തിയെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? ഏട്ടത്തിക്ക് ചമ്മലാണെന്ന് തോന്നുന്നു, വേഗം പോയി കളഞ്ഞു, ലച്ചു ചിരിയോടെ പറഞ്ഞു. ആദി അവൾ പോയ റൂമിലേക്ക് നോക്കി നിന്നു പോയി. അലങ്കൃത, അവൻ അവളുടെ പേര് മനസ്സിൽ പറഞ്ഞു. ആ നിമിഷം അവൻ അന്ന് ഓഫീസിൽ നടന്നത് ഓർമ്മ വന്നു. അന്ന് അവൾക്ക് തന്നെ അറിയാമായിരുന്നു എന്നും താൻ അവളെ തിരിച്ചറിഞ്ഞില്ല എന്നും അവൻ ഓർത്തു. അന്ന് അവളുടെ മുഖത്ത് കണ്ട സങ്കടത്തിൻ്റെ കാരണം താൻ തന്നെയായിരുന്നുവെന്ന് ഇപ്പോഴാണ് അവന് മനസ്സിലായത്. ഛേ, അവൻ തന്നോട് തന്നെ ദേഷ്യം തോന്നി. ദേഷ്യത്തിൽ അവൻ്റെ കൈമുഷ്ടി ചുരുണ്ടു വന്നു. റൂമിലിരുന്ന അല്ലിക്ക് അവൻ്റെ ഭാവങ്ങൾ മനസ്സിലായിരുന്നു. ഇപ്പോഴാണ് താൻ ആരാണെന്ന് അവന് മനസ്സിലായത്. അത് ഓർത്തതും എന്തോ അവൾക്ക് സങ്കടം വന്നു. കണ്ണുകൾ നിറയാൻ തുടങ്ങി. എനിക്ക് എന്തിനാ ഈ സങ്കടം വരുന്നത്? ഛേ, മുൻപ് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അയാൾക്ക് എന്നെ അറിയില്ലെന്നോർത്ത് എനിക്ക് സങ്കടം എന്തിനാ? അല്ലിക്ക് സ്വയം ദേഷ്യം തോന്നി. പിന്നെ അവൾ സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിന്നില്ല. ആദ്യം പോയെന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷമാണ് അവൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയത് തന്നെ. പക്ഷേ പുറത്തെ പാർക്കിങ്ങിൽ കാറിൽ ഇരുന്നുകൊണ്ട് അവളെ ഒന്ന് കാണാൻ കാത്തിരുന്ന ആദി അവൾ പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് പോയത് തന്നെ. അന്ന് രാത്രി ആദിക്ക് ഉറക്കം പോലും വരുന്നില്ലായിരുന്നു. കണ്ണടയ്ക്കുമ്പോൾ അവളുടെ മുഖം, ആ സങ്കടം. അവസാനം ഒട്ടും പറ്റാതെ വന്നപ്പോൾ അവൻ സാമിനെ വിളിച്ചു.
അല്ലിയുടെ നമ്പർ വാങ്ങി. സമയം 11 മണിയായിരുന്നു. ഈ സമയം ഒരു പെൺകുട്ടിയെ വിളിക്കുന്നത് ശരിയല്ല എന്ന് പോലും ആ സമയം അവൻ ഓർമ്മ വന്നില്ല. അല്ലിയുടെ ഫോൺ റിങ് ചെയ്തതും അവൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അൺനോൺ നമ്പേഴ്സിൽ നിന്ന് കോൾ വന്നാൽ എടുക്കാറില്ലെങ്കിലും ഇന്ന് അല്ലിക്ക് എടുക്കാതെ വയ്യായിരുന്നു. ആലി ഇപ്പോൾ വിളിച്ച് പറഞ്ഞതേയുള്ളൂ IPS സാമിച്ചിനെ വിളിച്ച് എൻ്റെ നമ്പർ വാങ്ങിയെന്ന്. അവൾ ഓർത്തു. റിങ് ചെയ്യുന്ന ഫോണിലേക്ക് അവൾ ഉറ്റുനോക്കി. അവളുടെ മുഖത്ത് പിണക്കം നിറഞ്ഞത് എത്ര പെട്ടെന്നാണ്. നോക്കിയിരിക്കുന്നതിനിടയിൽ ഫോൺ കട്ടായതും അല്ലി ഒന്ന് വെപ്രാളപ്പെട്ടുപോയി. ഇനി വിളിക്കില്ലേ? അവളുടെ മുഖം മങ്ങി. പക്ഷെ അടുത്ത നിമിഷം ഫോൺ പിന്നെയും റിങ് ചെയ്തതും അവളുടെ വാടിയ മുഖം പിന്നെയും തെളിഞ്ഞു. അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, അവൾ പയ്യെ പറഞ്ഞു. ആദിയുടെ ഹൃദയത്തിലേക്കായിരുന്നു ആ ശബ്ദം തുളഞ്ഞു കയറിയത്. ഹലോ കൃതി. അവൻ്റെ ശബ്ദം കേട്ടതും അല്ലി ഒന്ന് വിറച്ചുപോയി. അവൾക്ക് പെട്ടെന്നൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. കൃതി, ഇറ്റ്സ് മീ ആദിദേവ്. എനിക്ക് ഇയാളെ ഒന്ന് മീറ്റ് ചെയ്യണം, അവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. പക്ഷേ അവൻ്റെ കൃതി എന്ന വിളിയിൽ അല്ലി കുടുങ്ങിപ്പോയിരുന്നു. ഹലോ കൃതി, ആർ യു ദേർ? മറുഭാഗത്ത് നിന്ന് അനക്കമൊന്നും ഇല്ലാതായതോടെ അവൻ വീണ്ടും വിളിച്ചു. ഉണ്ട്, അല്ലി പറഞ്ഞു. അപ്പോൾ നാളെ മീറ്റ് ചെയ്യാമോ? അവൻ പിന്നെയും ചോദിച്ചു. എനിക്ക് മനസ്സില്ല കാണാൻ, അല്ലി മനസ്സിൽ പറഞ്ഞു. പക്ഷേ പുറത്തേക്ക് വന്നത് മറ്റൊന്നായിരുന്നു. എവിടെ വരണം? ഓഫീസിൽ മതിയോ? നോ, ഓഫീസിൽ വേണ്ട, നാളെ ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം, ആദി പറഞ്ഞു. ഓക്കെ കൃതി, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് സാർ, അല്ലി പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പക്ഷേ അവളുടെ സാർ വിളിയിൽ ആദിയുടെ മുഖം മങ്ങിയിരുന്നു. നേർത്തൊരു പരിഭവം. അവൻ ആകെ അത്ഭുതപ്പെട്ടു. ആകെ 1-2 തവണ മാത്രം കണ്ട് പരിചയമുള്ള ആ പെൺകുട്ടിയോട് എന്തിന് പിണക്കം തോന്നിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അവനും അറിയില്ലായിരുന്നു. നേരിൽ കാണുന്നതിന് മുൻപ് തന്നെ അവളെ വേണ്ടെന്ന് വയ്ക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നേരിൽ കണ്ടതിന് ശേഷം അവളെ വിട്ടുകളയാനുള്ള മനസ്സും അവനില്ല.